ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് റിവ്യൂ അല്ല, ജസ്റ്റ് ഇപ്പോൾ ഒരു ഫോൺ മേടിച്ചപ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചെടുക്കുന്നതാണ്. ഇത് H50 Neo എന്ന് പറഞ്ഞ ഫോണാണ്. പാൻറ്റോൺ ലാറ്റെ എന്ന് പറഞ്ഞ കളറാണ്. ഒരു വെറൈറ്റി കളറായിട്ട് തോന്നി. അതെന്തായാലും കാണിക്കാം. ഇതിപ്പം ഫോൺ ജസ്റ്റ് സ്റ്റോറിൽ വെച്ച് അൺബോക്സ് ചെയ്തായിരുന്നു. ജസ്റ്റ് അവരൊന്ന് നോക്കി വാറണ്ടിയുടെ കാര്യമൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്തായിരുന്നു. അപ്പോൾ അതേ സീല് കട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എന്തായാലും തുറന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതതിൻ്റെ ബോക്സ് വരുന്നത്. മോട്ടോയുടെ എല്ലാം ഇങ്ങനത്തെ ഒരു കളറിലെ ബോക്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല. പിന്നെ ഫോൺ എന്തായാലും സെറ്റാണ്. ഞാനിപ്പോൾ നോക്കിയായിരുന്നു, റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുത്തു. അപ്പം നമ്മൾ ബോക്സ് തുറന്ന് മെയിൻ ഇത് മാറ്റി വെച്ച് കഴിയുമ്പം ഒരു പോർഷൻ വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു കേസാണ് ആക്ച്വലി. ഇതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ബില്ല് കാണിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഞാൻ ഒറ്റ കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നതാണ്. ഇതിനകത്താണ് എന്താ പറയുക, സിം ഇജക്ഷൻ ടൂള് വന്നിട്ടുണ്ട്. പിന്നെന്താ, ഇത് ജസ്റ്റ് ഒരു ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൻ്റെ യൂസർ ഗൈഡ് അങ്ങനത്തെ സംഭവം, അത് ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ലല്ലോ. നിങ്ങൾക്ക് മെയിൻ ഫോണിലോട്ട് വരാം. ഇതാണ് നമ്മുടെ ഫോൺ. പിന്നെ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഇത് 67 വോട്ടിൻ്റെ ചാർജറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ C2C PD ചാർജർ. അതാണ് ഈ ഒരു ബഡ്ജറ്റിൽ PD ചാർജറൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ബ്ലാക്ക് കളറാണ്. ഞാൻ വിവോ എടുത്ത സമയത്ത് അത് വൈറ്റ് ആയിരുന്നു, അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ ഇത് C2C കേബിൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 67 വോട്ടിൻ്റെ അഡാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. അപ്പോൾ ഇതെല്ലാം ഒരു സൈഡിലോട്ടിരിക്കട്ടെ. നല്ല മെസ്സായിട്ടുണ്ട്. ബേസിക്കായിട്ട് നമുക്കിപ്പോൾ നോക്കേണ്ട എന്താ ഫോൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. ഇതിപ്പോൾ എങ്ങനെ ഇളക്കുന്നേ? യെസ്, ഈ സ്റ്റിക്കർ ഇങ്ങനെ ഇളക്കാൻ ഭയങ്കര രസമല്ലേ, പ്രത്യേക സാറ്റിസ്ഫൈങ് ഫീലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. ആൻഡ് ഇതാണ് കളർ. കണ്ടോ, ഒരു ഗോൾഡ് ഫിനിഷ് എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ചായയുടെയൊക്കെ ഒരു കളറാണ്. അതായത് ലാറ്റെ. പാൻറ്റോൺ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ലാറ്റെ എന്ന് പറഞ്ഞിട്ട്. ഇതൊരു വീഗൻ ലെതർ ഫിനിഷാണ്. ആക്ച്വലി കൊള്ളാം. അത് ഭയങ്കര കോമ്പാക്റ്റാണ്, കുട്ടി ഫോണാണ്. സൗണ്ട് എഫക്റ്റൊക്കെ നല്ല രസമുണ്ട്. ഇത് ഡോൾബി സപ്പോർട്ടുള്ള ഫോണാണ്. ഡിസ്പ്ലേ AMOLED ആണ്. അതേപോലെ കണ്ടോ, ഡോൾബി കാണാം. ഇപ്പം ഞാൻ ഒരു കൈ കൊണ്ട് എടുക്കുന്നതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. കണ്ടോ, ഡോൾബി ആറ്റം സപ്പോർട്ടുണ്ട്. പിന്നെ Type-C ആണ്. പിന്നെ ഹൈബ്രിഡ് സിമ്മാണെന്ന് തോന്നുന്നത് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഫീച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാനൊരു വീഡിയോ എടുക്കാം. ഇതിനകത്ത് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്. പിന്നെ ഇതിനകത്ത് ഫാമിലി സ്പേസ്, പിന്നെ മോട്ടോ, സെക്യൂർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളതും. പിന്നെ ഇതിനകത്ത് പിന്നെ ഗെയിമൊന്നും കളിച്ച് കാണിക്കേണ്ടതില്ലല്ലോ. ഇത് ഡെമൻസിറ്റിയുടെ പ്രൊസസ്സറാണ്. അപ്പം എന്നാലും ജസ്റ്റ് ഒരു ഗെയിം ടെസ്റ്റ് പോലെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ക്യാമറ അടിപൊളിയാണ്. ക്യാമറ അത്യാവശ്യം നല്ല ക്യാമറയാണ് ഈ ബഡ്ജറ്റിൽ. പിന്നെ ജസ്റ്റർ ഇടാം. പിന്നെ ഈ സംഭവങ്ങളും ഉണ്ട്. പിന്നെ സ്പ്ലിറ്റ് സ്ക്രീൻ, ഐ തിങ്ക് ഇതിനകത്ത് സ്പ്ലിറ്റ് സ്ക്രീൻ ഉണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഇതെടുത്തു. ഇല്ല, സ്പ്ലിറ്റ് സ്ക്രീൻ ഇല്ല. പോസ് ആപ്പൊക്കെ ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ഞാൻ പറയാം. ഇനി ഇതിൻ്റെ കൂടെ കിട്ടിയ കേസ് അത്യാവശ്യം നല്ല കേസ്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ ക്യാമറയിൽ ഇത് അറിയുന്നുണ്ടോ? കണ്ടോ, ഒരു ഗ്രെയിൻസ് പോലില്ല. ഐ തിങ്ക് ഇതൊരു റീസൈക്കിൾഡ് മെറ്റീരിയലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഫോൺ കേസിലേക്ക് ഇടുവാണെങ്കിൽ കണ്ടോ, അത് കേസിലിട്ടാലും സത്യം പറഞ്ഞൊരു ബമ്പർ കേസ് പോലെ. കണ്ടോ, ലോക്കായോ ഫോക്കസാ? കണ്ടോ, ഭയങ്കര കൂളാണ്. കണ്ടോ, കേസ് ഇട്ടാലും നമുക്ക് ആ കേസിൻ്റേതായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്നാൽ ഭയങ്കര സ്ലിമ്മാണ്, ഭയങ്കര ബൾക്കിയായിട്ട് ഇരിക്കുന്നില്ല. അത്യാവശ്യം നല്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഒരു ക്വിക്ക് അൺബോക്സ് ഉണ്ടോ ഇതെല്ലാം കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഫോണൊന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് എന്തായാലും കാണാം.